ഇപ്പോൾ 2 ദിവസം മുൻപേ മാധ്യമങ്ങളിലൊക്കെ വന്ന വാർത്ത പലരും കണ്ടിട്ടുണ്ടാവും. ഒരു രംഗം, സ്വന്തം മാതാവിനെ, അതായത് അമ്മയെ വെട്ടിക്കൊലപ്പെടുത്തിയിട്ട് ഈ പ്രതിനെ പോലീസ് ജീപ്പിൽ കയറ്റിയിട്ട് കൊണ്ടുപോകുന്ന ഒരു രംഗം. അങ്ങനെ കൊണ്ടുവന്ന സമയത്ത് മാധ്യമങ്ങൾക്ക് നേരെ ഒരു ചുംബനം കാണിക്കുന്ന രംഗമുണ്ട് ഈ പ്രതി. അല്ലേ, എവിടെ എത്തി കാര്യങ്ങളൊക്കെ. ഇപ്പോഴുള്ള ഈ ജനറേഷൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു പേടിയോ റെസ്പെക്റ്റോ. കാരണം എൻ്റെയൊക്കെ ബാച്ചിലുള്ള ആളുകൾക്കെന്ന് പറഞ്ഞാൽ എനിക്കറിയാം, ഞാനൊക്കെ പഠിക്കുന്ന സമയത്താണെങ്കിലും ഒരു ഭയം ഉണ്ടായിരുന്നു, റെസ്പെക്റ്റ് ഉണ്ടായിരുന്നു. മുതിർന്ന ആളുകളെ കാണുമ്പോൾ നമുക്കൊരു സിഗരറ്റ് വലിക്കുമ്പോൾ പോലും നമ്മൾ അവരെ മുൻപിൽ സിഗരറ്റ് പോലും വലിച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം ഒരു ഭയം ഉണ്ടായിരുന്നു, നമുക്കൊരു റെസ്പെക്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അതിൽ നിന്നൊക്കെ ഒരുപാട് വ്യത്യാസങ്ങളാണ്. മെയിനായിട്ട് എന്താ വെച്ചാൽ ഇതുപോലത്തെ ഈ സിന്തറ്റിക് ഡ്രഗുകളൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിലുണ്ടല്ലോ, മൈൻഡ് പോലും കട്ടാക്കുന്ന ആ രീതിക്കുള്ള കാര്യങ്ങൾ. കാരണം മുൻപൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ ലഹരി ഉപയോഗം എന്നൊക്കെ പറഞ്ഞാൽ ഉണ്ടായിരുന്നു. നമുക്കറിയാം, ലഹരി എന്ന് പറഞ്ഞാൽ രണ്ടെണ്ണം അടിക്കും, സുഖമായി പോയി കിടന്നുറങ്ങും, അതില്ലെങ്കിൽ ആരെങ്കിലും 2 തെറി വിളിക്കും, അതോടുകൂടി കഴിഞ്ഞു. പക്ഷെ ഇത്തരം ഇതുപോലുള്ള കൊടും പാതകങ്ങളും ചെയ്യാൻ നമ്മൾ മനസ്സ് അനുവദിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇത് മൈൻഡ് കട്ടാക്കുന്ന വളരെ നന്നായിട്ട് മൈൻഡിനെ തന്നെ കട്ട് ചെയ്യുന്ന രീതിയിലുള്ള ഇതുപോലത്തെ ഈ സിന്തറ്റിക് ഡ്രഗുകളും കാര്യങ്ങളൊക്കെ ഉപയോഗം തുടങ്ങിയതിൻ്റെ ശേഷം എന്തായാലും മക്കളോട് നല്ലൊരു അവയർനെസ് കൊടുക്കാമെന്ന് മാത്രമേ ഇതിൽ ചെയ്യാൻ കഴിയുള്ളൂ. കുറച്ച് നേരം അവർക്ക് സമയം കണ്ടെത്തുക സംസാരിക്കാൻ വേണ്ടിയിട്ട്, പിന്നെ സ്ഥിരമായിട്ട് സംസാരിക്കുക അവരുടെ അടുത്ത് കൂടുതലായിട്ടും. അപ്പോൾ ഇത് കുറേ ബോധവൽക്കരണമല്ല, മക്കളോട് തന്നെ നമുക്ക് ഒരു ബോധവൽക്കരണം. ഇത് മീൻസ് ഇത് പൊതുവെ ഇങ്ങനെ ചെണ്ട കൊട്ടി പാടിയിട്ടെന്നുള്ള ബോധവൽക്കരണത്തിൽ നിന്നൊരു കാര്യമില്ല. നമ്മളെ മക്കളെ നന്നായിട്ട് ശ്രദ്ധിക്കാമെന്ന് മാത്രമേ ഇത് പറയാൻ കഴിയുള്ളൂ. എന്തായാലും ആ ഒരു രംഗം കണ്ടപ്പോൾ ഭയങ്കര വിഷമമായി അത്.